ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദ നെക്സ്റ്റ് സെക്ഷൻ. അപ്പോൾ അടുത്ത സെക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മിറേഴ്സിന്റെ കാര്യങ്ങളും നമ്മുടെ റിഫ്ലക്ഷന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ദ ഒബ്സർവിങ് ആൻ ഇമേജ്? നമ്മൾ ഇമേജ് എങ്ങനെ നമുക്ക് ഒബ്സർവ് ചെയ്യാം നോക്കാം. യു ക്യാൻ സീ ഇവിടെ ഒരു ഇമേജ് ഉണ്ട്. ദിസ് അവർ ഒബ്ജക്റ്റ്. ഇതാണ് നമ്മുടെ എൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് എ മിറർ. ഓക്കെ, ഇതെൻ്റെ മിറർ ആണ്. നോക്കാം. An image is a position in a space from which all the reflected light appears to be diverse. ആണല്ലോ? യെസ്. ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. നമ്മുടെ പ്ലെയിൻ മിററിലുള്ള ഇമേജ് എങ്ങനെയായിരിക്കും മക്കളെ? വെർച്വൽ ഇമേജ് ആയിരിക്കും. എന്തായിരിക്കും? ദ ഇമേജ് വിൽ ബി വെർച്വൽ. ജസ്റ്റ് ഇമാജിൻ all observers could perceive light to be diverging from the same point of image. നോക്കുക, ഇതൊക്കെ ഓരോ വ്യക്തികളാണെന്ന് വിചാരിക്കുക. ഇതൊരു പേഴ്സൺ ആണ്, ഇത് വേറൊരാളാണ്, ഇത് വേറൊരാളാണ്. ഇതാണ് എൻ്റെ ഒബ്ജക്റ്റ് എന്ന് കരുതുക. ഓക്കെ, ഈ ഒബ്ജക്റ്റ് ഈ ഓരോ വ്യക്തികൾക്കും എങ്ങനെയാ കാണാൻ സാധിക്കുക? ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് വരുന്നു, തട്ടുന്നു, തെറിച്ച് ഇവരുടെ കണ്ണിലേക്ക് എത്തുന്നു. ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് വരുന്നു, തട്ടുന്നു. ഈ ഇമേജ് നമ്മുടെ ഒരു മിററാണിത്. ഈ മിററിലേക്ക് വരുന്നു, തട്ടുന്നു, ഇദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് തട്ടുന്നു. ലൈറ്റ് വരുന്നു, ഈ മിററിലേക്ക് തട്ടുന്നു, തെറിച്ച് ഇദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് എത്തുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന് എന്താ, ഈ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ഇവിടെയായിട്ടാണ് ഇമേജ് ഫീൽ ചെയ്യുന്നത്. ഈ ആൾക്ക് ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇമേജ്, ഇവിടെയുള്ള ഒബ്ജക്റ്റിന്റെ ഇമേജ് എവിടെയാണ്? ഇവിടെയുള്ളതായിട്ട് ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് ഈ ഇമേജ് എവിടെയാ? കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ഇവിടെയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ദാറ്റ് മീൻ നമ്മുടെ ഇമേജ് ഇസ് എ വെർച്വൽ വൺ. എങ്ങനെയാണ് ഇമേജിന്റെ പൊസിഷൻ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക? ദ ഇമേജ് ഇസ് എ പൊസിഷൻ ഇൻ എ സ്പേസ് ഫ്രം വിച്ച് ഓൾ ദ റിഫ്ലക്റ്റഡ്, എല്ലാ റിഫ്ലക്റ്റഡ് ലൈറ്റ് എവിടെയാണ്? ഡൈവേർജ് ചെയ്ത് ഒരു സ്ഥലത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് നമ്മുടെ ഇമേജിന്റെ പെർക്യുലാരിറ്റി എന്താണ്? ഇറ്റ്സ് എ വെർച്വൽ ആൻഡ് ഇറക്റ്റ്. നമ്മുടെ ഇമേജ് എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. വെർച്വൽ ഇമേജസ് ആർ ഫോംഡ് ഇൻ എ റീജിയൻ വേർ ദർ ഇസ് ആക്ച്വലി നോ ലൈറ്റ്. ശരിക്കും വെർച്വൽ ഇമേജസ് എവിടെയാണ് ശരിക്കും ഫോം ചെയ്യുക? ബിഹൈൻഡ് ദ മിറർ. ഇതാണ് നമ്മുടെ മിറർ മക്കളെ. ഈ മിററിന് പിറകു വശത്തിലായിട്ടായിരിക്കും എന്ത്? ഒറിജിനൽ ഇമേജ് ഫോം ചെയ്യുക. ക്ലിയർ? അതേസമയം നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം മാത്രം. ഓക്കെ, സി പെർട്ടിക്കുലർലി ശരിക്കും ഇമേജ് ഇങ്ങനെയാണ് ഫോം ചെയ്യുക. ആൻഡ് ദിസ് ഇസ് എ മിറർ. ഇതൊരു മിററാണ്. ഈ മിററിന്റെ ഏത് വശത്തായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക? ഇമേജ് ഇവിടെയാണ്. ആൻഡ് ദിസ് ഇസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഈ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് വരുന്നു, മിററിൽ തട്ടുന്നു, തെറിച്ച് ഇദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് എത്തുന്നു. എന്നാൽ ഇദ്ദേഹം നോക്കുമ്പോൾ എവിടെ നമുക്ക് ഇമേജ് കാണാം? മിററിലൂടെ നോക്കുമ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് ഇമേജ് ഉള്ളത്. വാട്ട് ഇസ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ഇമേജ്? ഇമേജ് എന്ന് പറയുന്നത് മിററിന്റെ ബിഹൈൻഡ് ആയത് കാരണം ഇറ്റ് ഈസ് എ വെർച്വൽ ഇമേജ്. ഒന്നുകൂടെ പറയാണ്, പല എന്താ പറയുക പിക്ചേഴ്സ് എടുത്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. എന്താ നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് മിററിന്റെ ബിഹൈൻഡ് ആയത് കാരണം ദാറ്റ് ഈസ് എ വെർച്വൽ ഇമേജ്. ആൻഡ് ഇമേജ് ഇസ് ലൊക്കേറ്റഡ് ഫാർ ബിഹൈൻഡ് ദ മിറർ ആസ് ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. മിററിന്റെ ഫ്രണ്ടിലാണ് ഒബ്ജക്റ്റ് ഉള്ളത്, പക്ഷേ ഇമേജ് എവിടെയാണ്? ബിഹൈൻഡ് ദ മിറർ. നമുക്ക് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ, ഈ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. സോ ദ ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് എന്ന് കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇമേജ് ഈസ് വെർച്വൽ ആണ്, അതുപോലെ തന്നെ എന്താണ്? ഇറക്റ്റ് ആണെന്നുള്ള കാര്യവും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നിങ്ങൾ നോക്കുക. ഹൗ ബിഗ് മസ്റ്റ് ബി ദ മിറർ? നോക്കുക, ഇതാണ് നമ്മുടെ മിറർ എന്ന് പറയുന്നത്. നോക്കുക, നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാ കാണാൻ സാധിക്കുക അല്ലെ? നമ്മൾ ഇങ്ങനെ നിന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു രൂപമാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ ഒരേ സൈസുള്ളൊരു ഇമേജ് അല്ലേ നമുക്ക് കിട്ടുക? സൈസ് സെയിം അല്ലേ? ഇതേ സൈസുള്ള ഒരാളല്ലേ ഇവിടെ ഉള്ളത്? നോക്കുക, സെയിം സൈസ് അല്ലേ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല അല്ലെ? ഇമേജും നമ്മുടെ ഒബ്ജക്റ്റും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇതേ ഒരാളെ തന്നെയല്ലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? അതെ. അങ്ങനെയാണെങ്കിൽ കണ്ണാടിയിൽ നിന്ന് ഡിസ്റ്റൻസ് നോക്കുക, അതേ ഡിസ്റ്റൻസ് തന്നെയല്ലേ ഉണ്ടായിരിക്കുക? ഡിസ്റ്റൻസിന് വ്യത്യാസം ഉണ്ടോ? ഡിസ്റ്റൻസ് ഇല്ല അല്ലെ? ഈ ആള് കുറച്ചുകൂടെ ബാക്കോട്ട് പോവുകയാണെങ്കിൽ ഈ ആളും കുറച്ചുകൂടെ ബാക്കോട്ട് പോയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമല്ലോ. യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസും ഇമേജിന്റെ ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. നമ്മുടെ മിററും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസും
നമ്മുടെ മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ദ സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ദ സൈസ് ഓഫ് ഇമേജ് എന്ത് തന്നെ ആയിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ വലിയ ആളായിട്ട് തോന്നുമോ? ഇല്ല അല്ലെ? സോ ഇതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഈ പിക്ചർ നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. ഇതിൽ നമുക്ക് കുറെ നമ്മളെ പ്ലെയിൻ മിറേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിലുണ്ട്. ഓക്കെ, സി ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ, അത് ആണോ നമുക്ക് ചോദിക്കുന്നത്, ഇറലവന്റ് ആണോ നോക്കാം നമുക്ക്. ദിസ് ഇസ് ആൻ ഐ, നമ്മുടെ കണ്ണിൽ നമുക്ക് കാണാൻ നോക്കാം. എ മാൻ സ്റ്റാൻഡിങ് ഫാർ ഫ്രം മിറർ, ഇതാണ് നമ്മുടെ മിറർ. ഓക്കെ, മാൻ സ്റ്റാൻഡിങ് ക്ലോസർ ടു മിറർ, നോക്കുക ഇത് നമ്മുടെ മിറർ ആണ്. ഈ മിററിന്റെ തൊട്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ആ ആള് കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ ആളുടെ ഇമേജ് ഇതേ ഡിസ്റ്റൻസിലാണ്, നോക്കുക ഇതേ ഒരു ഡിസ്റ്റൻസിലാണ് നമുക്ക് കാണാൻ സാധിക്കും, ഈക്വൽ ഡിസ്റ്റൻസ്. എന്നാൽ ഞാൻ കുറച്ചുകൂടെ ബാക്കോട്ടേക്ക് വന്നു, അപ്പോ എനിക്ക് കണ്ണാടിയിൽ നോക്കുക എന്റെ ഇമേജ് എവിടെയാ? അതേപോലെ ഈ ഭാഗത്താണുള്ളത്. ഇതാണ് മക്കളെ മിറർ. ഇവിടെ ഞാൻ നിന്നു, ഈ ഒരു പൊസിഷനിൽ ഞാൻ നിന്നു, അപ്പൊ എന്റെ ഇമേജും ആ പൊസിഷനിൽ തന്നെ. എന്നാൽ ഞാൻ കുറച്ചുകൂടെ ബാക്കോട്ടേക്ക് വരുന്നു, അപ്പൊ എന്റെ ഇമേജ് എങ്ങനെയാണ്? അതേപോലെ ബാക്കിലേക്ക് വരുന്നു. ദാറ്റ് മീൻ ഡിസ്റ്റൻസും എന്താണ്? മാറുന്നുണ്ട്. മിററും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസും നീങ്ങുന്നതിനനുസരിച്ച് മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസും എന്താണ്? അതിന്റെ വ്യത്യാസം വരുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പിക്ചർ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കുക, ദിസ് ഇസ് എ കെലഡോസ്കോപ്പ്. ഈ കെലഡോസ്കോപ്പ് യൂസ് ചെയ്ത് നമുക്ക് പല കാര്യങ്ങളും കാണാൻ സാധിക്കും. സി, ആംഗിൾ സ്മോളർ ദാൻ 90 ഡിഗ്രി പ്രൊഡ്യൂസ് മോർ ദാൻ 3 ഇമേജസ്. 3 ഇമേജുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, 3 ടൈപ്പ് ആംഗിൾസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ഉണ്ട്, നമുക്ക് എന്താണ്? കെലഡോസ്കോപ്പ് യൂസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പെരിസ്കോപ്പ് യൂസ് ചെയ്ത് കണ്ടില്ലേ നമ്മൾ ഇത്, അതുപോലെ തന്നെയാണ് കെലഡോസ്കോപ്പ്. ഓക്കെ, അപ്പൊ ഈ കെലഡോസ്കോപ്പിനെ നമുക്ക് കുറച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട്, നമുക്ക് കെലഡോസ്കോപ്പ് എന്ന് പറഞ്ഞ പല തരത്തിലുണ്ട്. ഹിൻഡഡ് മിറർ അപ്ലറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇമേജ് ഫോർമേഷൻ അപ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ അത് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് റിഫ്ലക്ഷൻ അപ്ലറ്റ്സ്, പ്ലെയിൻ മിറർ ഇമേജ് അപ്ലറ്റ്സ് ഉണ്ട്, ഡബിൾ മിറർ ഇമേജ് അപ്ലറ്റ്സ് ഉണ്ട്, ഹിൻഡഡ് മിറർ അപ്ലറ്റ്സ് ഉണ്ട്, റെയിൻബോ അപ്ലറ്റ്സ്, ഇങ്ങനെയുള്ള അപ്ലറ്റ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ദീസ് ആർ അബൌട്ട് നമ്മൾ അപ്ലറ്റ്സ് ആൻഡ് പെരിസ്കോപ്സ്. ഇനി നമ്മുടെ കേർവ്ഡ് മിറേഴ്സിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ. നമ്മൾ സ്പെറിക്കൽ മിറേഴ്സ് നമ്മൾ പറഞ്ഞു, ആൻഡ് പ്ലെയിൻ മിറേഴ്സ് അല്ലെ. 2 തരത്തിലുള്ള മിറേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, സ്പെറിക്കൽ മിറേഴ്സ് ആൻഡ് പ്ലെയിൻ മിറേഴ്സ് അല്ലെ. മിറേഴ്സ് 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെ ഞാൻ, പ്ലെയിൻ ആൻഡ് സ്പെറിക്കൽ. ഏതൊക്കെയാണ്? പ്ലെയിൻ മിറേഴ്സ് ആൻഡ് സ്പെറിക്കൽ മിറേഴ്സ് അല്ലെ. ഈ സ്പെറിക്കൽ മിറേഴ്സിൽ തന്നെ 2 തരത്തിലുണ്ടായിരുന്നു അല്ലെ. സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? കോൺകേവ് ആൻഡ് കോൺവെക്സ്. കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. കോൺകേവ് മിററും ഉണ്ട്, കോൺവെക്സ് മിററും ഉണ്ട്. സ്പെറിക്കൽ മിറേഴ്സിൽ ഉള്ളതാണ് എന്ത്? കോൺകേവും ഉണ്ട്, കോൺവെക്സും ഉണ്ട് അല്ലെ. ഇതാണ് സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ കോൺകേവ് എന്ന് പറയുന്നത്? കർവ്ഡ് ഇൻവേർഡ്സ്, ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന മിറേഴ്സ് ആണ് എന്ത്? കോൺകേവ് എന്ന് പറഞ്ഞത്. എന്നാൽ വാട്ട് അബൌട്ട് ദ കോൺവെക്സ്? പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ബൾജ്ഡ് ഔട്ട്സൈഡ് ആയിട്ടുള്ള മിറേഴ്സ് ആണ് എന്ത്? കോൺവെക്സ് മിറേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇമേജുകൾ എങ്ങനെയാണ് അവരുടെ ലോ ഉണ്ടായിരിക്കും നമുക്ക് നോക്കാം. ലോ ഓഫ് റിഫ്ലക്ഷൻ ഓഫ് എ കർവ്ഡ് മിറേഴ്സ്. നോക്കാം, ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതോ എല്ലാ മിറേഴ്സിലും എന്താണ്? ലോ ഈക്വൽ ആണ്. എന്നാൽ നോക്കാം, കൺവേർജിംഗ് മിറർ. വാട്ട് ഇസ് കൺവേർജിംഗ് മിറർ? ഏതാണ് കൺവേർജിംഗ് മിറർ? നമുക്ക് നോക്കാം. ഇത് നോക്കുക, ഏതാണ് കൺവേർജിംഗ് മിറർ? ഇത് എന്ത് ടൈപ്പ് മിറർ ആണ്? നോക്കുക, ഇത് എന്ത് ടൈപ്പ് മിറർ ആയിരിക്കും? ദിസ് ഈസ് എ കോൺകേവ് മിറർ. എന്താണ്? കോൺകേവ്. ഓക്കെ, കോൺകേവ്, ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന മിറേഴ്സ് ആണ്. ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന മിറേഴ്സ് ആണ് എന്ത്? കോൺകേവ് മിറേഴ്സ്. ഓക്കെ, നോക്കാം. A series of flat mirrors can be arranged to reflect parallel light through a single point. It's a parallel light, okay, through a single point. Increasing the number of flat mirrors cause the shape of more closely approximate a parabola and cause the reflected light to converge in a smaller area. ഒന്നുമില്ല, നിങ്ങൾ നോക്കുക, ഇതൊരു മിറർ ആണ്.
ഓക്കെ, ഈ മിററിൽ ഫോക്കസ് ചെയ്ത എല്ലാ ലൈറ്റും ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇവിടെ, കണ്ടല്ലോ. ഇവിടെ ആയിരിക്കും എന്ത് ഫോം ചെയ്യുക, ഇമേജ് ഫോം ചെയ്യുക. എന്ത് ഫോം ചെയ്യുക, ഇമേജുകൾ ഫോം ചെയ്യുന്നത്. ഇമേജുകൾ ഫോം ചെയ്യുന്നത് ഇവിടെയായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ലൈറ്റുകളെയും കൂട്ടിച്ചേർക്ക്. കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ഥലത്തേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുക അല്ലെ. ഡൈവേർജ് എന്ന് നമ്മൾ ഓരോ ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് മാറ്റാന്നുള്ളതാണ്. കൺവേർജ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ഥലത്തേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുക. ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക, പോയിന്റ് ഔട്ട് ചെയ്യുക. അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന നമ്മളെ മിറേഴ്സ് ആണ് ഇത്, കോൺകേവ് മിറേഴ്സ്. കോൺകേവ് മിറേഴ്സ് ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുക, കൺവേർജ് ചെയ്യാൻ. വരുന്ന റേ ഓഫ് ലൈറ്റുകളെ എന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് പോയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, ഇത്. ഓക്കെ, കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് പാരബോളിക് വേഴ്സസ് സ്പെറിക്കൽ. നമ്മൾ ഇത് ഹയർ ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പാരബോളിക് വേഴ്സസ് സ്പെറിക്കൽ നോക്കാം. ക്ലോസ് ദ ആക്സിസ് ഓഫ് എ മിറർ, എ പാരബോള ആൻഡ് ദ സ്പെർക്കിൾ ആർ ഓൾമോസ്റ്റ് ദ സെയിം ഷേപ്പ്. ഒരു പാരബോളയ്ക്കും സ്പെറിക്കലിനും ഒരു സെയിം ഷേപ്പ് തന്നെയാണ് ഉണ്ടാവുക. നോക്കുക, ഫർദർ ഫ്രം ദ ആക്സിസ് ദ പാരബോള ഫ്ലാറ്റൻ. നമ്മൾ വലുതാവും തോറും ഈ പാരബോള എന്തായിട്ട് മാറും, ഒരു പ്ലെയിൻ ആയിട്ട്, ഒരു പ്ലെയിൻ സ്ട്രക്ചറിലേക്ക് കിടക്കും. ഇറ്റ് ഈസ് ഈസിയർ ആൻഡ് ലെസ് എക്സ്പെൻസീവ് ടു മേക്ക് എ സ്പെറിക്കൽ മിറർ. ഒരു സ്പെറിക്കൽ മിറർ ഒരു പെർട്ടിക്കുലർ തിക്നെസ് ഒക്കെയുള്ള സ്പെറിക്കൽ മിറേഴ്സ് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് നമ്മൾ അതിന്റെ ക്വാളിറ്റി പോലെ ഇരിക്കും അതിൻ്റെ ഇത്. ഓക്കെ, അപ്പൊ ഇത് ഹയർ ആയിട്ട് പഠിക്കുന്നതാണ്. ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് കർവ്ഡ് നമ്മൾ നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കോൺകേവ് മിററും ഉണ്ട്, കോൺവെക്സ് മിറേഴ്സും ഉണ്ട് അല്ലെ. ഈ കോൺകേവ് മിറേഴ്സ് നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുക, കോൺകേവ് നമുക്ക് അടുത്ത് ഡെന്റിസ്ട്രി, നമ്മുടെ ഡോക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, സർജൻസ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ നമ്മൾ ഹെഡ്ലൈറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് കോൺവെക്സ് മിറർ നമ്മൾ റോഡുകളിൽ കാണാറുണ്ട് അല്ലെ. കേർവ്ഡ് ആയിട്ടുള്ള റോഡുകളിൽ നമ്മൾ റെയർ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വെഹിക്കിൾസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. റെയർ വ്യൂ മിറേഴ്സ് ആയിട്ടൊക്കെ എന്ത് യൂസ് ചെയ്യാറുണ്ട്, കോൺവെക്സ് മിറർ യൂസ് ചെയ്യാറുണ്ട്. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ ഷേവ് ചെയ്യുമ്പോൾ ഉള്ള ഡെന്റിസ്ട്രി ആയാലും ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന മിറേഴ്സ് ആണ് എന്താ, കോൺകേവ് മിറേഴ്സ്. ഓക്കെ, എ കോൺകേവ് മിറേഴ്സ് ആർ സിൽവേർഡ് ഓൺ എ ഇൻസൈഡ് ഓഫ് ദ സ്പിയർ അല്ലെ. ഉള്ളില് കുഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഇൻവേർഡ് ആയിട്ടുള്ള എടുത്ത് എന്താണ്, സിൽവർ കോട്ടിംഗ് ഉള്ളതാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ആൻഡ് എ കോൺകേവ് മിറർ ഇസ് ഓൾസോ കോൾഡ് ആസ് കൺവേർജിംഗ് മിറർ. നമ്മൾ പറഞ്ഞു അല്ലെ, കോൺകേവ് മിറർ എന്താണ്, കൺവേർജിംഗ് മിറർ ആണ്. ദാറ്റ് മീൻ ഒരു റേ വരുന്നു, ദിസ് ഇസ് എ റേ. നോക്കുക, ഒരു റേ ഉള്ളിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ്സ് കൺവേർജിങ്. ഒരു സ്ഥലത്തേക്ക് പോയിട്ട് തട്ടി ഇങ്ങനെ ഒരു ഭാഗം, ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ റേ എന്താവുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എ കൺവേർജന്റ് റേ. സി, ദിസ് ഈസ് എ കോൺകേവ് മിറർ. ഒരു റേ വരുന്നു, തട്ടുന്നു, തെറിച്ചു പോകുന്നു. ഓക്കെ, പിന്നെയും ഒരു റേ വരുന്നു, തട്ടുന്നു, തെറിച്ചു പോകുന്നു. നോക്കുക, ഒരു പോയിന്റിലേക്ക് ഈ റേ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ റേ എവിടെയാണ്, ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നു. ഇതിനെ നമ്മൾ എന്ത് പറയാ, കൺവേർജിങ് റേ. കൺവേർജിങ് ആയിട്ടുള്ള മിറർ ആണ്. അപ്പൊ കോൺകേവ് എന്ന് പറയുന്ന കൺവേർജിങ്, എല്ലാ ലൈറ്റിനെയും ഒരു പോയിന്റിലേക്ക് കൂട്ടി ഒരു ഇമേജ് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, നമ്മുടെ കോൺകേവ് മിറർ. ബിക്കോസ് ഇറ്റ് കൺവേർജസ് പാരലൽ ലൈറ്റ്. പാരലൽ ലൈറ്റ്സിനെ അവർ എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഇറ്റ് കൺവേർജസ് parallel lights. A convex mirror is silvered on outside of the bowl. Convex എങ്ങനെയാണ്, പുറത്തേക്ക് തള്ളിയിരിക്കുന്ന, ഔട്ട്സൈഡ് ആയിട്ട് ബൾജ് ചെയ്തിരിക്കുന്നതാണ് എന്ത്, കോൺവെക്സ് മിറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, a convex mirror is also called divergent mirror. കോൺവെക്സ് മിറർ എങ്ങനെയാണ്, പാരലൽ ലൈറ്റ്സ് വരുന്നുകൊണ്ടിരിക്കുന്ന പാരലൽ ലൈറ്റ്സിനെ 4 ഡിറക്ഷനിലേക്ക് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കോൺവെക്സ് മിറേഴ്സ് ആണ്. ബിക്കോസ് ഇറ്റ് ഡൈവേർജസ് പാരലൽ ലൈറ്റ്. ഇവരെന്ത് ചെയ്യും, പാരലൽ ലൈറ്റ്സിനെ ഡൈവേർജ് ചെയ്യാൻ വേണ്ടിയും ഇവര് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ കോൺകേവ് മിറർ? അതിൽ കുറച്ച് ടേമുകൾ ഉണ്ട്. ഏതൊക്കെയാണ്, ആക്സിസ്, സെന്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ, ഫോക്കസ്, ഫോക്കൽ ലെങ്ത്. എന്താണെന്ന് നമുക്ക് നോക്കാം.
Just consider this is a convex lens. Convex lens എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കുഴിഞ്ഞിരിക്കുന്ന ലെൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കോൺവെക്സ് ലെൻസ് എന്ന് വിളിക്കുന്നു. ആൻഡ് നമ്മൾ ഈ ലെൻസിന്റെ സെന്ററിലൂടെ വരയ്ക്കുന്ന ഈ ഒരു ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. എന്താണ്? പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ this is a പാർട്ട് ഓഫ് എ സ്പിയർ. ഒരു സ്പിയറിന്റെ പാർട്ടാണ് മക്കളെ എല്ലാ കോൺവെക്സും കോൺകേവ് ലെൻസും മിറേഴ്സും ഒക്കെ. എന്താണ്? ഒരു സ്പിയറിന്റെ പാർട്ടാണ്. ഇതൊരു സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതിനൊരു സെന്റർ ഉണ്ടാവുമല്ലോ. ആ ഒരു സെന്റർ ഞാൻ ഇതാ ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ആ സെന്ററിനെ ഞാൻ സി എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് സെന്റർ ഓഫ് കർവേച്ചർ. എന്താണ്? സെന്റർ ഓഫ് കർവേച്ചർ. ഈ ഒരു നമ്മുടെ മിറർ എന്ന് പറയുന്നത് ഒരു വലിയ സ്പിയറിന്റെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്പിയറിന് ഒരു സെന്റർ ഉണ്ടാകും. ആ സെന്ററിനെ ഞാൻ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ, ഡിനോട്ട് ബൈ ദ ലെറ്റർ സി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്, ഇതിന്റെ റേഡിയസ് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ എന്ത് വിളിക്കുന്നു? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നു. നമ്മളൊരു സ്പിയറിന്റെ അല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ റേഡിയസ് എങ്ങനെയാ? സെന്ററിൽ നിന്നും നമ്മുടെ ഇവിടം വരെ അല്ലേ? അതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പൊ നമ്മുടെ സി മുതൽ ഇതാണ്, ദിസ് ഇസ് എ പോൾ. ഓക്കെ, ഇതാണ് മക്കളെ പോൾ എന്ന് വിളിക്കും. ഈ പി മുതൽ സി മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് മക്കളെ എന്ത്? ആർ. ഞാൻ വേണമെങ്കിൽ ഇവിടെ സി പി എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ഫോക്കസ്. എന്താണ് ഫോക്കസ് എന്ന് പറയുന്നത്? ഇതിന്റെ സെന്റർ, ഇവിടെ ഒരു സെന്റർ ഉണ്ട്. ഈ സെന്ററിനെ വിളിക്കുന്ന പേരാണ് എഫ്. എന്താണ്? എഫ്. ഓക്കെ, ഈ ഇതിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എഫ് എന്നുള്ളത്. ദാറ്റ് ഈസ് ഫോക്കസ്. ദാറ്റ് മീൻ ഈ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഒരു സെന്റർ ഉണ്ടായിരിക്കുമല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് ഫോക്കസ്. എന്നാൽ ഈ എഫ് മുതൽ ആർ വരെയുള്ള ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കുമല്ലോ, ഈ ഒരു ഡിസ്റ്റൻസ് ഇതിനെ നമ്മൾ വിളിക്കുക ഫോക്കൽ ലെങ്ത്. എന്താ വിളിക്കുക? ഫോക്കൽ ലെങ്ത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. എഫ് മുതൽ പി വരെയുള്ളത്. എഫ് ടു പി ഉള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ഫോക്കൽ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ ആക്സിസ് ആണ്, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നതാണ് എന്ത്? ഈ ഒരു റെഡ് ലൈൻ ആണ് മക്കളെ എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു റേ ഡയഗ്രാംസ് വരയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഇത് സ്പെറിക്കൽ ഷേപ്പ് നിങ്ങൾ മെല്ലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നിങ്ങനെ മാച്ച് കളയുക. അപ്പൊ എന്തായി മാറി? ഒരു റേ ഡയഗ്രത്തിൽ വേണ്ട കാര്യങ്ങളായി. സി എന്ന് പറയുന്ന സെന്റർ ഓഫ് കർവേച്ചർ, എഫ് എന്ന് പറയുന്ന ഫോക്കസ്, ആൻഡ് എഫ് മുതൽ ആ ഒരു പി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത്. ഓക്കെ, സി മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ശരിക്കും എന്തൊക്കെ ഉണ്ടാവുള്ളൂ? ഒരു നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒരു സി ഉണ്ടാകും, ഒരു എഫ് ഉണ്ടാകും. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉണ്ടാകുള്ളൂ. ഒരു പിയും ഉണ്ടാകും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റേ ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ ഉണ്ടാകുക. എന്തൊക്കെ ഉണ്ടാവും? സെന്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ് ആൻഡ് പോൾ. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ നെക്സ്റ്റ് ഹയർ ക്ലാസ്സിലേക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് പോലെയുള്ളതാണ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സി എഫ് എന്ന്, ദിസ് ഇസ് എ കോൺകേവ്. ഇതൊരു കോൺകേവ് മിറർ ആണ്. എന്തൊക്കെ ഉണ്ടാകും? ഫോക്കസ്, സെന്റർ ഓഫ് കർവേച്ചർ. എന്തൊക്കെയാണ്? ഫോക്കസും ഉണ്ടാവും, സെന്റർ ഓഫ് കർവേച്ചർ. ഇവിടെ മുതൽ ഈ പി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ എന്ത് വിളിക്കുന്നു? ആർ എന്ന് വിളിക്കുന്നു. പി മുതൽ എഫ് വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ എന്ത് വിളിക്കുന്നു? ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നു. ക്ലിയർ? അതാണ് കാര്യങ്ങൾ. നോക്കുക, റേ പാരലൽ ടു ആക്സിസ് റിഫ്ലക്ട് ത്രൂ ഫോക്കസ്. ഒരു റേ പാരലൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ്? ഒരു റേ പാരലൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഇതിലൂടെ കാക്കും? ഫോക്കസിൽ പോയിട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നോക്കുക, ഒരു റേ the ray parallel to axis reflect through focus എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ റേ ഓഫ് ലൈറ്റ് നമ്മൾ പാരലൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മിററിൽ തട്ടി, ഒരു റേ പാരലൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മിററിൽ തട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സി, ഒരു റേ പാരലൽ ആയിട്ട് വരുന്നു, തട്ടിത്തെറിച്ച് അത് ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. റേ, നമ്മുടെ ഈ പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് റേ വരുന്നു, ദാറ്റ് റിഫ്ലക്ട് ത്രൂ
ഫോക്കസിലൂടെ കടന്നു പോകും. ദാറ്റ് ദ ഫസ്റ്റ് റൂൾ. ഇതൊരു ആദ്യത്തെ റൂളാണ്. ഓക്കെ, പാരലൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുള്ള ദാറ്റ് വിൽ കമ്മിങ് ടു ആ ഫോക്കസിലൂടെ ആയിരിക്കും റിഫ്ലക്ട് ചെയ്ത് പോവുക. ഇനി സെക്കൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. റേ ത്രൂ ദ ഫോക്കസ് റിഫ്ലക്ട് പാരലൽ ടു ദ ആക്സിസ്. ഇനി നോക്കുക, ഇത് റേ ഫോക്കസിലൂടെയാണ് വരുന്നതെന്ന് വിചാരിക്കുക. റേ എങ്ങനെയാണ്? ഫോക്കസിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് എന്ത് ചെയ്യും? എന്താ ചെയ്യുക? ഇറ്റ് വിൽ ബി പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. എങ്ങനെയാണ്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും പോകുക. നോക്കുക, ഒരു റേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു റേ ഇതേപോലെ വന്നു, ഫോക്കസിലൂടെ വന്നു, നമ്മുടെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തു, തിരിച്ച് അതെങ്ങനെയായിരിക്കും? പാരലൽ, നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിന് ഇതിലൂടെ വരുന്നു, തട്ടുന്നു, തെറിച്ച് ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഫോക്കസിലൂടെ എൻ്റർ ചെയ്യുന്ന ലൈറ്റ് തട്ടിത്തെറിച്ച് എങ്ങനെയായിരിക്കും? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഈ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും പോകുക. ദിസ് ഇസ് ദ സെക്കൻഡ് റൂൾ. The third one is ray through the center of curvature reflect back to itself. എന്ന് വെച്ചാൽ വെരി സിമ്പിൾ. സെന്റർ ഓഫ് കർവേച്ചറിലൂടെ വരുന്ന റേ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെ തിരിച്ചു പോകും. സെന്റർ ഓഫ് കർവേച്ചറിൽ റേ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തിരിച്ചു പോകുക എങ്ങനെയാ? സെന്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെയാണ്. ഈ 3 ലോസും പിന്നെ നമുക്ക് ഈ സി എന്താണ്, എഫ് എന്താണെന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് ഈ റേ ഓഫ് ലൈറ്റ് നമുക്ക് എങ്ങനെ റേ ഡയഗ്രാംസ് വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോ റേ ഡയഗ്രാംസ് എങ്ങനെ വരയ്ക്കാം നോക്കാം. സ്റ്റേ ട്യൂൺ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് റേ ഡയഗ്രാംസ് വരയ്ക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ലൈറ്റ് എന്താണെന്നും ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ സ്റ്റേ ട്യൂൺ.